എൻ്റെ നമസ്കാരം. ഇത് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ചക്കപ്പഴം കൊണ്ടൊരു വിഭവം ഉണ്ടാക്കുന്നത്. അതായത് ചക്കപ്പഴം ഇത് വരട്ടിയെടുത്ത് അത് നമുക്കൊരു ബുലോസ് പോലെ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായി ഞാൻ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇത് നമ്മൾ ചക്കപ്പഴം കുരു കളഞ്ഞെടുത്ത് ഉരുളിക്കകത്ത് വെറുതെ അങ്ങ് ഇട്ടിട്ട് വെള്ളവും കൂടെ ചേർത്ത് അരിഞ്ഞൊന്നുമില്ല, അരിയേണ്ട കാര്യമില്ല, മിക്സിക്കകത്ത് അടിക്കുകയാണ് ചുള്ളപ്പമുണ്ട് എന്ന് മാത്രം. അതിൻ്റെ സമയം കളയാതെ നമ്മളിങ്ങനെ അടിച്ച് തിളപ്പിച്ച് ഇതിങ്ങനെ വരട്ടി എടുക്കുകയാണ് ഇത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ശർക്കരയും കൂടെ ചേർക്കണം. ശർക്കര വെള്ളത്തിൽ ഉരുക്കിയിട്ട് ചേർത്തിട്ട് എടുത്താൽ മതി. ഇപ്പം നമ്മൾ ഏകദേശം ഇതൊരു കാൽ ഭാഗത്തോളം ആയുള്ളൂ. ഇനി മുക്കാൽ ഭാഗത്തെ പണി കിടക്കുക. ഇതിപ്പോൾ നമുക്കിവിടെ ഇത് ഒരുവിധം നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് ഒരു ശർക്കരപ്പാനി ആക്കി വെച്ചിരിക്കുന്നത്. ശർക്കര നമ്മൾ തിളപ്പിച്ചെടുത്ത് അത് ഇതിനകത്തോട്ട് അരിച്ചൊഴിക്കുക. പറ്റിപ്പോണം. ഒരു 1.5 കിലോ ശർക്കര എടുത്തിട്ടുള്ളൂ. തരിയില്ല. നമുക്ക് മൊത്തം മിക്സി ആക്കാൻ വേണ്ടിയിട്ട് ഹലുവ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കത് അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി നെയ്യൊക്കെ ചേർക്കണം. ഇപ്പം ഹലുവയ്ക്ക് അല്ല, നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അവലോസുണ്ട പോലെ ഉരുട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടിപ്പോൾ ഇച്ചിരി ഏലക്കായ കൂടെ ചേർക്കാനുള്ളത് പിന്നീട് ചേർക്കാം. ഇപ്പം നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ടത് ശർക്കര. ആ ശർക്കര നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇപ്പം നമുക്കിത് ഇളക്കി നല്ല പരുവത്തിനായി വരുന്നുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിവശത്ത് അത് കരിഞ്ഞു പിടിക്കും. പിന്നെ ഇത് നല്ല ബലം എടുത്ത് വേണം ഇതൊന്ന് ഇളക്കാൻ. അതായത് നല്ല ടൈറ്റായിട്ട് ആണ് ഇത് ആകുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അകത്ത് കണ്ട ഇതുപോലെ ആവി വെള്ളത്തിൻ്റെ അംശം പോകാൻ വേണ്ടി ഇനിയുണ്ട്. അതുകൊണ്ടാണ് അത് ആവി അവിടെ കാണുന്നത്. അത് കംപ്ലീറ്റ് മാറി കിട്ടണം. ഇതുവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടിയിൽ ഇത് മൂട്ടി പിടിക്കാൻ ചെറിയ കരിചവ ഉണ്ടാകും. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നല്ല ചക്കപ്പഴം വരട്ടിയെടുത്തിരിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ അത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി ഇത് ഇച്ചിരി അരി വറുത്തെടുത്തിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരി എടുത്തിരിക്കുന്നത്. നമ്മൾ കുത്തിരിയാണ് എടുത്തിരിക്കുന്നത്. കുത്തിരി കഴുകി 1 മണിക്കൂർ മുമ്പ് കഴുകി എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ മലർ ഉണ്ടാക്കാൻ വേണ്ടി എന്ന രീതിയിൽ ഇത് വറുത്തെടുക്കും. വറുത്തെടുത്തതിന് ശേഷം ഇത് പൊടിച്ച് മിക്സിക്കകത്ത് പൊടിച്ച് നമുക്ക് ആ ചക്കപ്പഴം വരട്ടി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് കുറച്ച് വറക്കാം. വറുത്ത അരി ഇങ്ങനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്താക്കിയിരിക്കുക. ഇത് നമ്മളിത് ഇപ്പം പൊടിച്ചെടുത്ത പൊടിയാണിത്. ഇതിന് നമുക്ക് ചക്ക വരട്ടിയതിനകത്തേക്ക് ഇത് മിക്സ് ചെയ്യണം. നമ്മളെ ചക്ക ഏകദേശം ഇങ്ങനെ പരുവായിരിക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ഇടുകയാണ്. ഏലക്കാപ്പൊടി
നമ്മൾ പൊടിയും കൂടി ഇടുമ്പോഴത്തേക്കും നല്ല ടൈറ്റാകും എടുക്കണമെങ്കിൽ. പൊടിച്ചു വെച്ച പൊടി ഇങ്ങനെ കുറേശ്ശേ ഇടുക. ഇപ്പം പൊടിയും നമുക്ക് നന്നായിട്ട് ടൈറ്റായി നന്നായിട്ട് നോക്കി കഴിഞ്ഞിട്ട് വേണം എടുക്കണമെങ്കിൽ. ഇതാണ് ലാസ്റ്റ് പണി, ഭയങ്കര പണി. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതിനകത്ത് ഉള്ള വെള്ളം അത്തലേക്ക് വലിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും പൊടി. അപ്പോൾ നമുക്ക് ഈ പൊടി ഒരു സ്വല്പം നമുക്ക് ഈ പേപ്പറിലേക്ക് ഇടുക. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ ഉരുട്ടി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഉരുട്ടി നോക്കാം. ചൂടോടെ തന്നെ ഉരുട്ടി എടുക്കണം. ഉരുട്ടിയിട്ട് ഇതാണ് നമ്മൾ ചക്ക ഉണ്ടരി ഇതിനകത്തേക്ക് ഇടുക. ആ പൊടിയും കൂടെ കൂട്ടി അത് വന്നു ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പിന്നെ വെള്ളം നമ്മുടെ കയ്യിലേക്ക് ടച്ച് ചെയ്യുക. അതുകൊണ്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത് ആ പൊടി നമ്മൾ അരി പൊടിച്ച പൊടി, അരി വറുത്ത് പൊടിച്ച പൊടിയാണ്. ആ പൊടി പേപ്പറെ വിതറിയിട്ട് അതിനകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഈ ഇച്ചിരി മറ്റ് തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് അത് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഉരുട്ടി ഇട്ടാൽ ആ പൊടി അങ്ങ് ഇതിലേക്ക് നമ്മൾ ഈ രീതിയിൽ അങ്ങ് ഇട്ട് വെക്കുക. അപ്പം നമുക്കത് നല്ല വെള്ളമൊക്കെ നന്നായിട്ട് വരിഞ്ഞ് നല്ല ടൈറ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ കിട്ടുന്ന അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കുറച്ച് നാളത്തേക്ക് വെക്കുകയും ചെയ്യാം. നന്നായിട്ട് നല്ല കാറ്റ് കയറാത്ത ഭരണിക്കകത്ത് ഇട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നല്ല ഗുണമുള്ള സാധനമാണ്. നമുക്കതിനകത്ത് വേറെ ഒരു കെമിക്കലും ചേർന്നിട്ടുള്ളതല്ല. നമുക്ക് ഈ ശകലം ബുദ്ധിമുട്ട് ഇച്ചിരി കഷ്ടപ്പെടുകയാണെങ്കിലും അതിൻ്റെ പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഉരുട്ടിയ ഇത് പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ അടിപൊളി സാധനം.